ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ 2-3 ദിവസമായി വീഡിയോ ഒന്നും ഇടാത്ത, എന്തെല്ലോ തിരക്കായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല 2-3 ദിവസം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നുള്ളത് കണ്ണൂരാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ പുരയിലേക്കാണ്. ഹസ്ബൻഡിൻ്റെ കാർന്നോൻ്റെ നിക്കാഹാണ്, അതായത് ഉമ്മാൻ്റെ ആങ്ങളുടെ നിക്കാഹാണ്. അങ്ങനെ പോവാന്ന്. നിക്കാഹ് ഞായറാഴ്ച വൈകുന്നേരമാണ് നിക്കാഹ്. നമ്മൾ പോകുന്നത് ഞായറാഴ്ച രാവിലെ 10:30 ട്രെയിനാണ് കേട്ടോ. നമ്മൾ പോകുന്നത് കണ്ണൂരൊക്കെ ആയിക്കൊണ്ട് ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ച്. ബസ്സിൽ എന്തായാലും നടക്കില്ല. അപ്പം അമ്മേൻ്റെ ഉമ്മാവും കുഞ്ഞിയും ഉണ്ടായിന്. അവർക്ക് കണ്ണൂർ വേറെടുത്ത സ്ഥലത്ത് പോകാനുണ്ടായിന്, ഹോസ്പിറ്റലിൽ. അങ്ങനെ അവരും നമ്മൾ ഒന്നിച്ചാണ് കണ്ണൂരേക്ക് പോയത് ട്രെയിനിൽ. പിന്നെ എന്താ പറയല്, വീഡിയോ ഒന്നും അവിടെ എത്തിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ. എന്തെല്ലോ തിരക്കായി. പിന്നെ ആൾക്കാരുടെ ഇടയിൽ ഫോണൊന്നും അങ്ങനെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും വരുമ്പം മുണ്ടാനും ഇതാക്കാനും നല്ല തിരക്കിലുണ്ടായതാണ്. പിന്നെ കുഞ്ഞിൻ്റെ വെയിലും കരച്ചിലും. കുഞ്ഞൊരു വക നിന്നിട്ടില്ല, ഒരാളെ കയ്യിൽ പോകുന്നില്ല എൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ എനിക്ക് ഫോണൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ചെറിയ ചെറിയ ക്ലിപ്പെല്ലാം ഞാൻ എടുത്തിന്. ഇത് നമ്മൾ ചമയിച്ചിട്ടെല്ലാമായിട്ട് തിരിച്ചിട്ട് പുരയിലേക്ക് പോകുന്നതാണ്. ബസ്സിൽ ട്രാവലറിലാണ് നമ്മൾ പോയത്. 2 ട്രാവലറായിട്ടാണ് പോയത്. പിന്നെ നമ്മൾ നേരെ തലപ്പറമ്പിലേക്ക് വന്ന്. തലപ്പറമ്പാണ് എൻ്റെ മാപ്പിളുടെ പോരെ. അങ്ങനെ അടുത്തേക്ക് രാത്രി തന്നെ വന്നിട്ടെല്ലാം ബെലിച്ചിട്ടിട്ട് പിന്നെ എടുത്തേക്കാന്ന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ എടുത്തേക്കാനും വേണ്ടി കീന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ പുര. ഇൻഷാല്ലാ ഒരു ഹോം ടൂർ അവിടെ പോയിട്ട് എന്തായാലും ചെയ്യുന്നതായിരിക്കും. മാപ്പിളുടെ പേരൻ്റെ ഹോം ടൂർ. എൻ്റെ ബെഡ്റൂം എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു ബെഡ്റൂമാണ്. ബെഡ്റൂം പാങ്ങാക്കിയിട്ടൊന്നുമില്ല. ഒരു ബെഡ്റൂമേ പാങ്ങാക്കിയിട്ടുള്ളൂ, ഒരു ബെഡ്റൂം ഒന്നും ആക്കിയിട്ടില്ല. പിന്നെ ഇത് ബാക്കിലത്തെ വരാന്തയാണ്. ഇതങ്ങനെ ഉപയോഗിക്കലില്ല. തുണിയെല്ലാം ഇങ്ങനെ ആർത്തിയിടാൻ അങ്ങനെ ഉപയോഗിക്കുന്നത്. പിന്നെ അനിയന് പ്രാവുണ്ട്, ചെറിയൊരു അനിയന്. അങ്ങനെ അതെല്ലാം വെച്ചതാണ്. പിന്നെ ഒരു വലിയ ഹാള്. പിന്നെ ഇപ്പുറവും ഒരു വരാന്ത. ഇതും അങ്ങനെ ഉപയോഗിക്കലില്ല. അങ്ങനെ ഉപയോഗിക്കാൻ അവിടെ ആരും ഇല്ല. എൻ്റെ മാപ്പിൾക്ക് 4 അനിയന്മാരാണ്, പെങ്ങന്മാരില്ല. അപ്പം അങ്ങനെ ആരും ഇല്ല, പുറത്ത് തന്നെയാണ് എല്ലാവരും. അപ്പം ഇതും അങ്ങനെ ഉപയോഗിക്കലില്ല. പിന്നെ തായും 2 ബെഡ്റൂമും, വലിയൊരു ഹാളിൽ സോഫ സെറ്റ് ഇട്ടിട്ടില്ലാണ്. പിന്നെ വലിയൊരു 2 അപ്പുറം 2 ബെഡ്റൂം. ഇൻഷാല്ലാ എന്തായാലും അവിടെ പോയിട്ടാകുമ്പോൾ ഒരു ഹോം ടൂർ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ പെരയിലേക്ക് തിരിച്ച് കാനങ്ങാടേക്ക് വരാനും വേണ്ടിയിട്ട് കീന്നതാണ്. അനിയത്തി വന്നിട്ടുണ്ടായിട്ട്, അപ്പോൾ ഓൾക്ക് ജോലി ആയതുകൊണ്ട് ഓൾക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് നമ്മൾ തിരിക്കുന്നത് പെരയിലേക്ക്. നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് പോകുന്നില്ല, കുറച്ച് നടക്കണം ബസ് കയറാനും വേണ്ടിയിട്ട്. അങ്ങനെ ബസ്സെല്ലാം കയറി, KSRTC ബസ്സിലെല്ലാം കയറി. പിന്നെ നമ്മൾ പെരയിലേക്ക് എത്തിയിട്ടില്ല. പണി ബാക്കി ഉണ്ടായിന്, ഒന്നും എടുക്കാണ്ടാന്ന് പോയച്ച്. അടുപ്പിച്ച് ഓട്ടോ തന്നെ ഉണ്ടായിന് ഹോസ്പിറ്റലിൽ. അങ്ങനെ ഇങ്ങനെല്ലാം ആയിട്ട് എല്ലാം ബെലിച്ചിട്ടിട്ടുണ്ടായതാണ്. അപ്പം എനിക്ക് കല്യാണ ചെക്കൻ ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ടായിന്. എല്ലാവർക്കും എടുത്ത് തന്നിട്ടുണ്ടായിന് നിക്കാഹിന് ഇടാനും വേണ്ടിയിട്ട്. എല്ലാവർക്കും ഒരേപോലെ കളർ വേറെ ഇല്ല. പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല.